നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട ലൈംഗിക ആരോപണം, അതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണവുമായി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു രംഗത്ത് വന്നിരുന്നു. അതായത് വളരെ രൂക്ഷമായ ഒരു പ്രതികരണമായിരുന്നു സുരേഷ് ബാബുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ ഷാഫി പറമ്പിൽ നല്ല ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഉടനെ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കും എന്നടക്കമുള്ള അതിരൂക്ഷമായ വിമർശനം. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി പറമ്പിൽ. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ആണ് അദ്ദേഹം നടത്തിയത്. ഇപ്പോൾ ഇതാ സുരേഷ് ബാബുവിന് ആ ഒരു പരാമർശം വിനയായി മാറിയിരിക്കുകയാണ്. EN സുരേഷ് ബാബുവിനെതിരെ പോലീസിൽ പരാതി. കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. പരാമർശത്തിൽ കേസെടുക്കണമെന്ന ആവശ്യമാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു സുരേഷ് ബാബു ഷാഫി പറമ്പിലിനെതിരെ അതിരൂക്ഷമായ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. മാത്രമല്ല ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊരു സൂചന കൂടി നൽകിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ. എന്നാൽ ഈ പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഷാഫി പറമ്പിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. എന്തായാലും ഷാഫിയുടെ പേര് പറഞ്ഞില്ലെന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ മലക്കം മറിച്ചിൽ. നിയമപരമായി നീങ്ങുമെന്നും ഇതാണോ CPMന്റെ രാഷ്ട്രീയമെന്നും ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം തന്നെ പ്രതികരിച്ചിരുന്നു. ഷാഫി പറമ്പിലിനെതിരെ സുരേഷ് ബാബു നടത്തിയ പ്രതികരണം ഇപ്രകാരമാണ്: ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫി ഉടൻ ബംഗളൂരിലേക്ക് ട്രിപ്പ് വിളിക്കും. ഷാഫിയും രാഹുലും ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടം നടത്തുന്നവരാണ്. സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ. കോൺഗ്രസിലെ പല നേതാക്കളും രാഹുലിന്റെ അധ്യാപകരാണെന്നും സുരേഷ് ബാബു പരിഹസിക്കുകയുണ്ടായി. ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. ഇതിന് പിന്നാലെയാണ് ഷാഫി പറമ്പിലിനെതിരെ ഗുരുതര ലൈംഗിക ആരോപണം ഉയർന്നു വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് അംഗീകരിക്കില്ല എന്നും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ശക്തമായ നടപടിയാണെന്നും വെക്കണമെന്നും ഷാഫി പറയാൻ വെല്ലുവിളിക്കുകയാണ്. അതിനുള്ള ധൈര്യം ഷാഫിക്ക് ഉണ്ടാവില്ല എന്നും സുരേഷ് ബാബു പ്രതികരിച്ചു. ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ് ഇരുവരും നടത്തുന്നത്. രാഹുലിന്റെ ഹെഡ് മാഷാണ് ഷാഫി. പിന്നെ എങ്ങനെയാണ് രാഹുലിനോട് കാര്യങ്ങൾ ചോദിക്കുകയെന്ന് ജില്ലാ സെക്രട്ടറി ചോദിച്ചു. എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഇങ്ങനെ പെരുമാറാനാകും എന്ന ചോദ്യവും കൂടി സുരേഷ് ബാബു മുന്നോട്ട് വെച്ചിരുന്നു. കാണാൻ ഭംഗിയുള്ള ആരെങ്കിലും കണ്ടാൽ ബംഗളൂരിന് ട്രിപ്പ് അടിക്കാമെന്നാണ് ഹെഡ് മാഷ് തന്നെ ചോദിക്കുന്നത്. അതിലും വലിയ അധ്യാപകരാണ് മുകളിലുള്ളത്. അതുകൊണ്ടാണ് വലിയ നേതാക്കൾ ഇവർക്കെതിരെ ഒന്നും മിണ്ടാത്തത്. രാഹുലിനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സസ്പെൻഡ് ചെയ്തതിന് പിന്നിലും ഒരു കാരണമുണ്ട്. വന്ന് മുറത്തിൽ കൊത്തിയപ്പോഴാണ് നടപടി ഉണ്ടായത്. അതെന്താണെന്ന് വഴിയെ അറിയാമെന്ന് സുരേഷ് ബാബു പറഞ്ഞു. എന്തായാലും ഗുരുതര ആരോപണമാണ് ഷാഫി പറമ്പിലിനെതിരെ സുരേഷ് ബാബു ഉന്നയിച്ചത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ചോദ്യം ശക്തമായിരുന്നു. ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നിട്ടും എന്തുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ രാജിവെപ്പിക്കുന്നില്ല? മാത്രമല്ല, എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇത്ര കർക്കശ നിലപാട് സ്വീകരിക്കുന്നു? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയായിരുന്നു. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു മറുപടി എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം സുരേഷ് ബാബുവിന്റെ ഒരു പ്രതികരണം. വന്ന് മുറത്തിൽ കൊത്തിയപ്പോഴാണ് VD സതീശന് സഹികെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കേണ്ടി വന്നത് എന്ന രൂക്ഷ വിമർശനമാണ് സുരേഷ് ബാബു ഉന്നയിച്ചത്. എന്തായാലും സുരേഷ് ബാബുവിന്റെ ഈ പ്രതികരണം ഇത് വലിയ രീതിയിലുള്ള വിമർശനത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു. എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ സുരേഷ് ബാബു തന്നെ അത് തെളിയിക്കട്ടെ എന്ന ഒരു പ്രതികരണം CPM നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആരോപണം സുരേഷ് ബാബു ആണ് ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ അത് ശരിയാണോ തെറ്റാണോ എന്ന് സുരേഷ് ബാബു തന്നെ തെളിയിക്കട്ടെ, തെളിവുകളുണ്ടെങ്കിൽ സുരേഷ് ബാബു കൊണ്ടുവരട്ടെ എന്ന രീതിയിലുള്ള ഒരു നയമാണ് പാർട്ടിയും സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഗുരുതര ആരോപണം ഉന്നയിച്ചു, അത് തെളിയിക്കുക എന്നത് സുരേഷ് ബാബുവിന്റെ ഒരു തെളിവുകൾ കൊണ്ടുവരിക. വെറുതെ ഒരു വ്യക്തിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ തെളിവുകളുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക, അത് ഹാജരാക്കുക എന്നതൊക്കെ സുരേഷ് ബാബുവിന്റെ ഒരു ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. വരും ദിവസങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ സുരേഷ് ബാബു നേരിടുക എന്നതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ ഉടൻ തന്നെ ഇതിന്റെ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. ഇത്തരത്തിലാണോ CPMന്റെ രാഷ്ട്രീയം എന്നതടക്കമുള്ള രൂക്ഷമായ ചോദ്യമാണ് ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ചത്. നേതാക്കൾ പേടിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, രാഹുലിനെ MLA ആക്കാൻ വേണ്ടി പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവന്നത് ഷാഫിയാണ്. രാഹുലിന്റെ ഹെഡ് മാഷാണ് ഷാഫി. ഷാഫി പറമ്പിലിനെ വെല്ലുവിളിക്കുകയാണ് രാഹുലിനോട് രാജിവെക്കാൻ പറയാൻ. പക്ഷെ ഷാഫി തയ്യാറായില്ല. ഇങ്ങനെ ഒരുപാട് ഗുരുതര ആരോപണങ്ങളായിരുന്നു സുരേഷ് ബാബു ഉന്നയിച്ചത്. ഈ രൂപത്തിലുള്ള ഇടപെടലാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. ലൈംഗിക അതിക്രമം നടത്തുന്നവർക്കെതിരെ ഒരു വാക്ക് പറയാൻ ഒരു ഘട്ടത്തിൽ ഇവർ തയ്യാറാകില്ല എന്നും EN സുരേഷ് ബാബു പ്രതികരിച്ചിരുന്നു. എന്നാലും ഷാഫി പറമ്പിലിന്റെ പ്രതികരണം കൂടി നോക്കാം. CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ആരോപണമല്ലെന്നും മറിച്ച് അധിക്ഷേപമായിരുന്നുവെന്നും ഷാഫി പറമ്പിൽ MP കുറ്റപ്പെടുത്തി. CPM നേതാവിന്റെ വാക്കുകൾക്ക് മറുപടി പോലും അയാൾ അർഹിക്കുന്നില്ല. പക്ഷേ ഒരു ചോദ്യം താൻ ചോദിക്കും
ചോദിക്കുകയാണ്. ഇതാണോ CPM-ന്റെ രാഷ്ട്രീയം? ഇതാണോ 2026 CPM-ന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രം? നേതാക്കന്മാർ ഇക്കാര്യം വ്യക്തമാക്കണം. ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നതാണോ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന CPM ഒരുക്കുന്ന മാനിഫെസ്റ്റോ? CPM സെക്രട്ടറി ഇക്കാര്യത്തിൽ മറുപടി പറയണം. വേറൊന്നും പറയാനില്ലാഞ്ഞിട്ടാണോ ഇത്തരം കാര്യങ്ങൾ ആരോപിക്കുന്നത്? ജനങ്ങളുടെ മുൻപിൽ വേറൊന്നും പറഞ്ഞു പിടിച്ചു നിൽക്കാൻ CPM-ന് കഴിയുന്നില്ലേ? അതുകൊണ്ടാണോ ഈ വ്യക്തിഹത്യ നടത്തുന്നത്? ചർച്ചകൾ ഇത്തരം രീതിയിൽ നടക്കണമെന്നാകും അവർ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ ഇത് വിലയിരുത്തട്ടെ. ആദ്യം വർഗീയവാദിയാക്കാൻ ശ്രമിച്ചു, അത് വിജയിക്കാതെ വന്നതോടെ അടുത്തത് കൊണ്ടുവന്നിരിക്കുകയാണ് എന്നും നിയമ നടപടി ആലോചിക്കുമെന്നും ഷാഫി പറമ്പിൽ പ്രതികരിക്കുകയുണ്ടായി. നിയമപരമായി തന്നെ ഈ ആരോപണത്തെ നേരിടാൻ, ഈ അധിക്ഷേപത്തെ നേരിടാൻ ഷാഫി പറമ്പിൽ തയ്യാറെടുക്കുകയാണ്. അത് നേരിടേണ്ടി വരും സുരേഷ് ബാബു എന്നതും ഏറ്റവും ശ്രദ്ധേയം. അതേസമയം വിവാദ വിഷയങ്ങൾ രാഹുലിനെ ഷാഫി സംരക്ഷിച്ചുവെന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ വിമർശനമുണ്ട്. രാഹുലിന് വേണ്ടിയിട്ട്, രാഹുലിനെ പാലക്കാട് എത്തിക്കാൻ ഈ ഒരു ആരോപണങ്ങളൊക്കെ ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിലും രാഹുലിനെ പാലക്കാട് എത്തിക്കാൻ വേണ്ടിയിട്ട് പടവെട്ടിയവരിൽ ഷാഫി മുൻപന്തിയിൽ തന്നെയുണ്ട്. ഈ ഒരു ആരോപണങ്ങളൊക്കെ നേരിട്ടപ്പോൾ തന്നെ രാഹുലിന് വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ അതിനിടയിലാണ് ഇത്തരത്തിലൊരു ഗുരുതരമായ ആരോപണം ഷാഫി പറമ്പിലിനെതിരെയും വരുന്നത്. തീർച്ചയായിട്ടും ഇതെങ്ങനെയാണ് ഇവർ നേരിടാൻ പോകുന്നത് എന്നതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. പാലക്കാട് MLA സ്ഥാനം രാജിവെച്ച് വടകരയിൽ നിന്ന് ലോക്സഭയിൽ എത്തിയപ്പോൾ ഷാഫിയാണ് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ നിർദ്ദേശിച്ചത്. രാഹുലിനെതിരെ നിരവധി സ്ത്രീകളാണ് ആരോപണവുമായി രംഗത്ത് വന്നത്. മുൻ മാധ്യമ പ്രവർത്തകയും യുവനടിയുമായ റിനി ആൻ ജോർജിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിസന്ധിയിലായത്. എന്നാൽ റിനി പേര് വെളിപ്പെടുത്താതെ യുവ നേതാവ് എന്നായിരുന്നു പരാമർശിച്ചത്. റിനി ഉദ്ദേശിച്ചത് രാഹുലിനെയാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയുണ്ടായിരുന്നു. പിന്നാലെയാണ് രാഹുലിനെതിരെ പേരെടുത്ത് വിമർശിച്ച എഴുത്തുകാരി ഹണി ഭാസ്കർ രംഗത്തെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണെന്നും ഇത് തുറന്നു കാട്ടിത്തന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്നുമായിരുന്നു ഹണി ഭാസ്കറിന്റെ പ്രതികരണം. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരണവുമായി നേതാക്കൾ രംഗത്തെത്തി. പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു യുവതിയോട് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണമടക്കം പുറത്തു വന്നു. സ്ത്രീകൾക്ക് രാഹുൽ അയച്ച ചാറ്റുകളും പുറത്തു വന്നു. പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്. പക്ഷേ MLA സ്ഥാനം രാജിവെച്ചിരുന്നില്ല. അദ്ദേഹത്തെ ഒരു മാസത്തോളം അദ്ദേഹത്തിന് തന്റെ മണ്ഡലത്തിൽ എത്താനും സാധിച്ചിരുന്നില്ല. പ്രതിഷേധം, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം മണ്ഡലത്തിലേക്ക് സജീവമാകാൻ എത്തിയിരുന്നില്ല. 38 ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു അദ്ദേഹം മണ്ഡലത്തിലേക്ക് വന്നത്. ജനങ്ങളുമായി ഇടപഴകി, ജനങ്ങൾ അവരുടെ ആവശ്യവുമായി അവരുടെ MLA സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. BJPയും DYFIയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് പറഞ്ഞുവെങ്കിൽ പോലും പ്രതിഷേധമൊക്കെ നാമമാത്രമായി ഒതുങ്ങുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. DYFI മാത്രം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന ദിവസം കോളാമ്പി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. അമ്മ പെങ്ങന്മാരെ രാഹുൽ MLA വന്നിട്ടുണ്ട്, സൂക്ഷിക്കുക എന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു DYFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും വരും ദിവസങ്ങളിൽ രാഹുൽ മണ്ഡലത്തിൽ സജീവമാകും. DYFI അതുപോലെ തന്നെ BJPയുടെ പ്രതിഷേധം ഉണ്ടാകുമോ? ചോദ്യങ്ങൾ ശക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.